ഞാൻ എന്നൊരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിൽ ശ്രീ ചന്ദ്രൻ നാരായണർക്ക് ഞാൻ ചന്ദ്രൻ സാറെന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എന്നിവിടെ സൂചിപ്പിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ഒരു ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത വ്യക്തികളാണ്. ഏറ്റവും പുറവശത്ത് നിന്ന് എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് ഒരു ഫിലിം മേക്കർക്ക് വേണ്ടത് എന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തികളായിട്ട് നിൽക്കുന്നവരാണ് ഛായാഗ്രാഹകർ അല്ലെങ്കിൽ ഫിലിം മേക്കർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊക്കെയുള്ള സ്ഥാനം അലങ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന സന്ദർഭം കൂടി ഇവിടെ പങ്കുവച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സാറ് മുൻനിരയിലേക്ക് അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് വരാൻ വിസമ്മതിച്ചു എന്ന് ആലോചിച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യം അത് പുറവശത്ത് നിൽക്കണം. പക്ഷെ ആ ദൃശ്യം താൻ കാണുന്ന രൂപത്തിൽ തന്നെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ, ഇവൻ മരണം വരെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സാർ അതായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹം എടുത്ത ഒരു തീരുമാനമായിരിക്കാം. ഒരുപാട് എഴുത്തുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നെ ഒരു ചലച്ചിത്രകാരനായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും കലാകുമതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫിലിം മാഗസീൻസിൽ പലപ്പോഴും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയം മുതൽ ഫിലിം മാഗസീൻ ഒരു വാരികക്കാരനായിട്ട്, പോസ്റ്റൽ വാരികക്കാരനായിട്ട് ഞാൻ ആ സന്ദർഭം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. കാരണം അന്ന് മലയാളത്തിൽ പല പ്രമുഖരായിട്ടുള്ള തർക്കോസ്കി ആണെങ്കിലും ബർഗ്മാൻ ആണെങ്കിലും ഫെല്ലിനി ആണെങ്കിലും ഒക്കെ തന്നെ ആ മാഗസീൻസിൽ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ആ രംഗങ്ങളും അല്ലെങ്കിൽ അവരെ പറ്റി എഴുതിയ സന്ദർഭങ്ങളും അവരുടെ സിനിമയെ കുറിച്ച് ധാരാളം എഴുതുകയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളും ഒക്കെ ഞാൻ ആലോചിച്ചു പോവുകയാണ്. അപ്പം ഒരു ദൃശ്യം എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പം അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹം അതിൻ്റെ പുറവശത്ത് നിന്ന് ആൾക്കാരിലേക്ക് മനസ്സിലാക്കാനുള്ള തൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഈ മരണം പോലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തൻ്റെ ശരീരം അല്ലെങ്കിൽ അഗ്നിക്ക് സാക്ഷിയാവണമെന്ന് തീരുമാനിച്ചതുപോലും അദ്ദേഹം എന്തിന് ആ തീരുമാനം എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിറവി ചെയ്യുന്ന സമയത്ത് 7 ലക്ഷം രൂപ NFDCന്ന് ഞാൻ കടമെടുക്കുമ്പോൾ സാറാണ് അതിൻ്റെ കടമെടുക്കുന്നതിൻ്റെ പിന്നിൽ നിൽക്കുന്ന. ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ എടുക്കുന്ന ഒരു പൈസയാണ് എന്ന് വേണമെങ്കിലും തിരിച്ചു കൊടുക്കുക, എന്നും കേസാവാം. എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹം ആദ്യത്തെ പടം എടുക്കാനായിട്ട് എൻ്റെ ഒപ്പം നിന്നത് എന്ന് ആലോചിച്ചാൽ, എന്ത് കാരണത്താൽ ആണെന്ന് ചോദിച്ചാൽ എനിക്കിന്നും പിടിയില്ലാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം അത് ചെയ്തു. പക്ഷേ അത് ചെയ്തതിനോടൊപ്പം തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും കേസും വഴക്കും ഒക്കെ ആയിട്ട് ആ പടം നന്നായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു
ഒരർത്ഥത്തിലൊരു കടക്കാരനായിട്ട് നിൽക്കേണ്ടി വരുന്ന സന്ദർഭവും ഉണ്ടാവാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ധൈര്യം കാണിച്ചു എന്നുള്ളത് എൻ്റെ 15 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിൽ ഒരു ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവേശിച്ച ആരും തന്നെ എന്നെ ആ നിലയിൽ എൻകറേജ് ചെയ്തിട്ടില്ല എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹമാണ് ഇത് ചെയ്തത്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ അദ്ദേഹം അല്ലെങ്കിൽ പലരെയും അന്വേഷിച്ച് അവരുടെ ഒരർത്ഥത്തിൽ ആരും അറിയാതെ തന്നെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഏത് സമയത്തും പല പല ആൾക്കാരും ഇപ്പം എം ടിയെ സംബന്ധിച്ചിടത്തോളം തന്നെ രണ്ടാമൂലം എനിക്കറിയാം എത്രയോ തവണ എം ടി ആയിട്ട് സംസാരിക്കുകയും പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവസാനം എം ടി അതിന് സമ്മതിക്കുകയും കലാകൗമുദിയിലേത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് സാറിൻ്റെ മാത്രം ആർക്കും പലപ്പോഴും അറിയാത്ത ഒരു വേദനയുടെയും കൂടെ ഒരു പിൻബലം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വാരണാസിയായാലും പല എം ടിയുടെ കഥകളായാലും ഒക്കെ തന്നെ നമ്മുടെ നമ്പൂതിരിയുടെ പട്ടതിരിയുടെ ഇവരെയൊക്കെ തന്നെ ഒരുമിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ സൃഷ്ടികൾ ആര് നിർമ്മിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ മുൻനിരയിലേക്ക് അവരെത്തും എന്നുള്ള വിശ്വാസം ഇതൊക്കെ തന്നെയായിരിക്കും പലരെയും ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന് സൃഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു സന്ദർഭം വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആ കാഴ്ചപ്പാടുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രം ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കർമ്മഭാവമാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ കർമ്മഭാവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവെന്നുള്ള നിലയ്ക്ക് ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പുറത്തുള്ള വിശ്വാസം അദ്ദേഹത്തിന് വളരെയധികം സാധിച്ചിരുന്നു എന്നുള്ളതാണ്, തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ ഇപ്പം ഈ ദിവസം സാറ് തന്നെ സാറിൻ്റെ വീട്ടിൽ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ രാവിലെ പോവുകയുണ്ടായി. അപ്പം ആ വീട് ശാന്തമാണ്, വളരെയധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് സാർ അതാണ് ഇഷ്ടപ്പെടുന്നത്? ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ സാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലും ആൾക്കാരുടെ കൂട്ടത്തിൽ മാറി നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒളിച്ചോടണമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളതാണ്. ആ ഏകാന്തത പുള്ളിക്കാരൻ ഏറ്റവും അധികം പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ശ്രമിക്കുമ്പോഴും അദ്ദേഹം വന്ന് കാണണ്ട, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന അന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ കുറവൊന്നുമല്ല എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി സ്വയം ഒറ്റയ്ക്ക് നടക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സന്തോഷകരമായിട്ട് സ്വീകരിക്കാനോ തയ്യാറായൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് ഞാനിവിടെ പങ്കിടുകയാണ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പിറവി അദ്ദേഹം എടുത്ത നിലപാടുകൾ കടമെടുത്ത് എനിക്ക് പൈസ തരാമെന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ എന്ത് കാരണത്താലാണ് എന്നുള്ളത് എനിക്കിന്നും ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ ആ 2 പടങ്ങളും എനിക്ക് ചാനലിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഉള്ള ഒരു ശക്തി നേരത്തെ തന്നെ കണ്ടു, ആ ഊർജ്ജം എനിക്ക് നൽകി എന്നുള്ളതും കൂടിയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഈ കാലഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്നുള്ളത് നമുക്കറിയാം.
ഒരു ഉറച്ച് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഉറച്ച് സംസാരിക്കേണ്ട വരുന്ന സന്ദർഭങ്ങളിൽ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പല ലേയേഴ്സാണ് ഞാനിവിടെ ഓർക്കുന്നത്. എന്തിന് അദ്ദേഹം ജീവിച്ചിരുന്നു, എന്തിനു വേണ്ടി ജീവിച്ചിരുന്നു, എവിടേക്കാണ് എത്തേണ്ടത്, എന്ത് കാരണത്താൽ തൻ്റെ ജീവിതം ഈ ദിവസങ്ങളിൽ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.